Welcome back. നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഏരിയ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു. അതിൻ്റെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോട്ടൽസിനെ കുറിച്ചാണ്. ഓക്കെ, അതേപോലെ അതായത് ട്രാൻസ്പോർട്ടിനകത്ത് പാസഞ്ചർ കിലോമീറ്ററിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് റൂം ഡേയ്സിനാണ്. റൂം ഡേയ്സ് മനസ്സിലായി, നമ്പർ ഓഫ് റൂംസിനും അല്ല, നമ്പർ ഓഫ് ഡേയ്സിനും അല്ല. ഓക്കെ, എത്ര ദിവസമാണ് റൂമിൽ ആൾക്കാരുണ്ടായിരുന്നേ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, നമ്പർ ഓഫ് റൂം ഡേയ്സ് എന്നുള്ള രീതിക്കകത്ത് പറയും. സിറ്റുവേഷൻ മനസ്സിലായി? സിറ്റുവേഷൻ നമ്പർ 1 ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൂം ഡേയ്സ്. നമ്പർ ഓഫ് റൂം ഡേയ്സ് ദാറ്റ് മീൻസ് എത്ര ഡേയ്സ് ഉണ്ടോ ഇൻറ്റു എത്ര, അല്ലെങ്കിൽ എത്ര ദിവസമാണോ ഈ റൂംസിനകത്ത് ആൾക്കാർ വന്നിരിക്കുന്നത് ഇൻറ്റു അത്രയും ദിവസം. മനസ്സിലായി? ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, നമ്പർ ഓഫ് റൂം ഡേയ്സ് എന്ന് പറയണേ. ഇപ്പം 360 ദിവസത്തിൽ 360 ദിവസം മാത്രമേ ആൾക്കാർ വന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമുക്ക് 10 റൂംസ് ഉണ്ട്, ആ 10 റൂംസിലും ആളുണ്ടായിരുന്നില്ല, 8 റൂമിലെ ആളുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. സോ 300 × 8 ഇറ്റ്സ് കോൾഡ് റൂം ഡേയ്സ്. നമുക്ക് 10 റൂമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചാർജ് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന റെന്റ് ചാർജ് ചെയ്യാൻ പാടില്ല. 360 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 360 ദിവസത്തേക്ക് റെന്റ് ചാർജ് ചെയ്യാൻ പാടില്ല. എത്ര ദിവസം എത്ര റൂംസിലാണോ ആൾക്കാരുള്ളത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, റൂം ഡേയ്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കേണ്ട പോയിന്റ് നമ്പർ 1. ആൻഡ് പോയിന്റ് നമ്പർ 2, പല ഹോട്ടൽസിനകത്തും ഒന്നിൽ കൂടുതൽ കാറ്റഗറി ഉള്ള റൂംസ് ഉണ്ടാവും. സിംഗിൾ ഉണ്ടാവും, ഡബിൾ ഉണ്ടാവും, അല്ലെ, സ്യൂട്ട് റൂംസ് ഉണ്ടാവും. ഇങ്ങനെ പല കാറ്റഗറി ഉള്ള റൂംസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് ടോട്ടൽ കോസ്റ്റാ. ആ ടോട്ടൽ കോസ്റ്റിലോട്ട് കൊണ്ടുവരുന്ന നേരത്ത് ഈ പറയുന്ന റൂംസിനെ ഒരു യുണീക്ക് ഫാക്ടറിലോട്ട് കൊണ്ടുവരണം. മനസ്സിലായി? മോസ്റ്റ് പ്രോബബ്ലി റെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ഒരു യുണീക്ക് ഫാക്ടറിലോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു എന്താ പറയുക, ഡബിൾ ബെഡ്റൂം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 1ഉം 2ഉം അങ്ങനെയാണ് റൂംസ് ഉള്ളതെങ്കിൽ ഈ പറയുന്ന പോലെ ഡബിൾ ബെഡ്റൂമിനെ ഏതിന്റെ കാറ്റഗറിയിലോട്ട് തന്നെ കൊണ്ടുവരിക, സിംഗിൾ ബെഡ്റൂമിന്റെ കാറ്റഗറിയിലോട്ട് തന്നെ കൊണ്ടുവരിക. ദാറ്റ് മീൻസ് ആ ഉള്ള റൂംസിനെ ഫുള്ളായിട്ട് ചാർജ് ചെയ്യുന്ന റെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുണീക്ക് ഫാക്ടറിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ആ ബേസ് അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റെന്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് ഓരോന്നിനും ഡിവൈഡ് ചെയ്യാം. മനസ്സിലായി? അതായത് ഇപ്പൊ സിംഗിൾ ബെഡ്റൂമും ഡബിൾ ബെഡ്റൂം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഡബിൾ ബെഡ്റൂമിനെ സിംഗിൾ ബെഡ്റൂമിന്റെ എഫക്റ്റിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ടോട്ടൽ എല്ലാത്തിനെയും കൂടെ സിംഗിൾ ബെഡ്റൂമിന്റെ രീതിയിലോട്ട് ആക്കിയതിനു ശേഷം ആ സിംഗിൾ ബെഡ്റൂമിന്റെ റെന്റ് എത്രയാണെന്ന് നോക്കുക. ഇനി ഡബിൾ ബെഡ്റൂമിന്റെ ആണ് ആവശ്യമെങ്കിൽ ഇതിനെ ഡബിൾ ചെയ്താൽ മതി. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഓർത്തിരിക്കേണ്ട നമ്പർ 1 റൂം ഡേയ്സിനകത്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് നമ്പർ 2 ഈ പറയുന്ന പോലെ പല കാറ്റഗറി ഓഫ് റൂംസ് ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു കോമൺ യുണീക്ക് ഫാക്ടറിലോട്ട് കൊണ്ടുവരണം. നമുക്കൊരു 2 പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, XYZ Limited runs a holiday home. For this purpose, it has hired a building at a rent of 10,000 per month. നമ്മൾ റെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? 10,000 per month. That means 10,000 into 12 വരും ഒരു വർഷത്തേക്ക് എടുക്കുമ്പോൾ. Along with 5% of total takings. ഇവിടെ takings means rent ആണ്. അതായത് നമ്മൾ റെന്റ് കൊടുക്കേണ്ടത് എങ്ങനെയാ, ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കേണ്ടത് എങ്ങനെയാ, ഒരു മാസം 10,000 വെച്ച് ഇൻറ്റു 12 ചെയ്യണം. അപ്പോൾ 1,20,000 രൂപ വരും അല്ലെ. ആ 1,20,000 കൂടെ പ്ലസ് 5% ഓഫ് ടോട്ടൽ റെന്റ്. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കുന്നത് 10,000 വെച്ച് ഒരു മാസം, അങ്ങനെ 1,20,000 കൊടുക്കണം. പ്ലസ് ആ ഒരു വർഷം നിങ്ങൾ എത്രയാണോ റെന്റ് ആയിട്ട് വാങ്ങിക്കുന്നത്, അതിന്റെ 5% കൂടെ എന്തായിട്ട് കൊടുക്കണം, ഈ പറയുന്ന പോലെ റെന്റ് ആയിട്ട് കൊടുക്കണം, ബിൽഡിങ്ങിന്റെ റെന്റ് ആയിട്ട് കൊടുക്കണം. ഇനി ഇറ്റ് ഹാസ് 3 types of suites for its customers. സിംഗിൾ റൂം ഉണ്ട്, ഡബിൾ റൂം ഉണ്ട്, ആൻഡ് ട്രിപ്പിൾ റൂം ഉണ്ട്. മനസ്സിലായി? ഇവിടെ നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിംഗിൾ റൂമായി, ഡബിൾ ആയി, ട്രിപ്പിൾ റൂമായി ഇതിനെ ഏതിലോട്ട് കൊണ്ടുവരണം, ഒരു യുണീക്ക് ഫാക്ടറിലോട്ട് കൊണ്ടുവരണം. നമുക്ക് ചെയ്യാം. നോക്കി, ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. അതായത് സിംഗിൾ റൂം 100 നമ്പേഴ്സ് ഉണ്ട്. പെർസെൻറ്റേജ് ഓഫ് ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 100%. അതായത് ആ 100 റൂമിലും ഫുൾ ടൈം ആൾക്കാരുണ്ടായിരുന്നു എന്നർത്ഥം. ആൻഡ് സെക്കൻഡ് വൺ, ഡബിൾ റൂം 50 ഡബിൾ റൂംസ് ആണുള്ളത്. അതിന്റെ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് എത്ര മാത്രമാണ്, 80%. ദാറ്റ് മീൻസ് ആ 50 റൂമിന്റെ 80% റൂംസിനകത്ത് മാത്രമേ ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. ആൻഡ് ട്രിപ്പിൾ റൂംസ് 30 റൂമാണുള്ളത്. അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ഒക്യുപ്പൻസി എന്ന് പറയുന്നത് എത്രയാണ്, 60%.
സോ ആ 30 റൂമിൽ 60% റൂംസിൽ മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. സോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓർത്തിരിക്കേണ്ട പോയിന്റ് നമ്പർ 1, 1,20,000 രൂപ റെന്റ് കൊടുക്കണം. കൂടാതെ ടോട്ടൽ ഈ റൂമുകളിൽ നിന്നൊക്കെ നമ്മൾ എത്രയാണോ റെന്റ് വാങ്ങിക്കുന്നത് ആ റെന്റിന്റെ 5% കൂടെ നമ്മൾ എന്തായിട്ട് കൊടുക്കണം? ഈ ബിൽഡിങ്ങിന്റെ റെന്റ് ആയിട്ട് കൊടുക്കണം. ആൻഡ് നമ്പർ 2, 3 കാറ്റഗറി ഓഫ് റൂംസ് ആണുള്ളത്. സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ. സിംഗിൾ റൂംസ് 100 റൂമുണ്ട്, 100% ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു. ആൻഡ് 50 റൂമുണ്ട്, 80% ഒക്യുപ്പൻസി ഉള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ 30 റൂംസ് ഉണ്ട്, അതിന് 60% ഒക്യുപ്പൻസി ഉള്ളൂ. മനസ്സിലായി? ഇനി പറഞ്ഞിരിക്കുന്നു നോക്കി, ദ റെന്റ് ഓഫ് ഡബിൾ റൂം സ്യൂട്ട് ഈസ് ടു ബി ഫിക്സഡ് 2.5 ടൈംസ് ഓഫ് സിംഗിൾ റൂം സ്യൂട്ട്സ്. അതായത് സിംഗിൾ റൂം സ്യൂട്ടിന്റെ 2.5 ടൈംസ് ആണ് ഡബിൾ റൂമിന്റെ ചാർജ്. ദാറ്റ് മീൻസ് ഇപ്പോൾ സിംഗിൾ റൂമിന്റെ 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡബിൾ റൂമിന്റെ എത്ര വരും? 2.5 വരും. ചെയ്ത കാര്യം മനസ്സിലായോ? ആ സെന്റൻസ് നോക്കിയാൽ മനസ്സിലാവും. ദ റെന്റ് ഓഫ് ഡബിൾ റൂം സ്യൂട്ട് ഈസ് ടു ബി ഫിക്സ്ഡ് അറ്റ് 2.5 ടൈംസ് ഓഫ് സിംഗിൾ റൂം സ്യൂട്ട്. സിംഗിൾ റൂം സ്യൂട്ടിന്റെ 2.5 ടൈംസ്. ആൻഡ് ദാറ്റ് ഓഫ് ട്രിപ്പിൾ റൂം സ്യൂട്ട് ആസ് twice ഓഫ് ദ ഡബിൾ റൂം സ്യൂട്ട്. സോ ട്രിപ്പിൾ റൂമിന്റെ എങ്ങനെയാ? twice ഓഫ് ഡബിൾ റൂംസ്. ദാറ്റ് മീൻസ് ഇപ്പം ഇതിന്റെ എത്ര പറഞ്ഞേ? 2.5 ഡബിളിന്റെ അല്ലെ? അതിന്റെ ഡബിൾ എത്ര വരും? 5. ചെയ്താൽ മനസ്സിലായല്ലോ? പറഞ്ഞിരിക്കുന്നത് സിംഗിൾ റൂമിന്റെ എത്രയാണോ റെന്റ് അതിന്റെ 2.5 ടൈംസ് ആണ് ഡബിൾ റൂമിന്റെ. സോ സിംഗിൾ റൂമിനെ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡബിൾ റൂമിന് 2.5 വരും. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഡബിൾ റൂമിന്റെ റെന്റ് എത്രയാണോ അതിന്റെ ഡബിൾ ആണ്. അതിന്റെ ഡബിൾ ആണ് ഏത്? ട്രിപ്പിൾ റൂമിന്റെ. സോ ഇവരുടെ റൂം റേറ്റുകൾ തമ്മിലുള്ള എന്താ ആ റേഷ്യോ എത്ര വരും? 1:2.5:5. ഇത് എന്തിനാ തന്നിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഏതിലോട്ട് കൊണ്ടുവരണം? ഒരു യുണീക്ക് ഫാക്ടറിലോട്ട് കൊണ്ടുവരണം. നമുക്ക് നോക്കാം. തന്നിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അതർ എക്സ്പെൻസസുകൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. നോക്കി, സ്റ്റാഫ് സാലറി പറഞ്ഞിട്ടുണ്ട്, റൂം അറ്റൻഡേഴ്സ് വേജസ് പറഞ്ഞിട്ടുണ്ട്, ലൈറ്റിംഗ്, ഹീറ്റിംഗ് ആൻഡ് പവർ ചാർജസ് പറഞ്ഞിട്ടുണ്ട്, റിപ്പയേഴ്സ് ആൻഡ് റിനോവേഷൻ ചാർജസ് പറഞ്ഞിട്ടുണ്ട്, ലോണ്ടറി ചാർജസ് പറഞ്ഞിട്ടുണ്ട്, ഇന്റീരിയർ ഡെക്കറേഷൻ ആൻഡ് സൺട്രീസ്. മനസ്സിലായി? അങ്ങനെ ഒരു വർഷത്തെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഏതും കൂടെ കൂട്ടണം? നമ്മുടെ ആ 1,20,000 റെന്റും കൂടെ കൂട്ടണം. വേണ്ടേ? ഇതിന്റെ കൂടെ ആ 1,20,000 റുപ്പീസ് എന്ന് പറയുന്ന റെന്റും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. സോ ചെയ്യുന്ന നേരത്ത് ഇവിടെ റെന്റ് 1,20,000 മാത്രമല്ല കേട്ടോ. ഏതാ? 5% ഓഫ് ടോട്ടൽ റെന്റ്. ആ ഒരു വർഷം നമ്മൾ വാങ്ങിക്കുന്ന ടോട്ടൽ റെന്റിന്റെ 5% കൂടെ നമ്മൾ കൊടുക്കണം. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രൊവൈഡ് പ്രോഫിറ്റ് അറ്റ് 20% ഓഫ് ടോട്ടൽ ടേക്കിങ്സ് ആൻഡ് അസ്യൂം 360 ഡേയ്സ് ഇൻ ഇയർ. അതായത് ടോട്ടൽ ടേക്കിങ്സിന്റെ എത്ര ശതമാനം? 20% നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കണം. അതായത് എത്ര? 80% നമുക്ക് കോസ്റ്റ് വരാൻ പാടുള്ളൂ. ആ ടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാ, നമ്മുടെ റെസീപ്റ്റാ, നമ്മുടെ റെന്റാ. ചെയ്ത കാര്യം മനസ്സിലായോ? സോ നിങ്ങൾ റെന്റ് ചാർജ് ചെയ്യണം. എത്രയാണ് റെന്റ് വേണ്ടത് എന്ന് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും കോസ്റ്റ് വരണം. ഈ കോസ്റ്റിന്റെ കൂടെ ഈ ഒരു ക്രൈറ്റീരിയക്കകത്ത് പറഞ്ഞിരിക്കുന്ന കോസ്റ്റും കൂടെ വരണം. ഏതാ? 1,20,000 പ്ലസ് 5% ഓഫ് റെന്റ്. അത് ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കേണ്ടത്, അതും കൂടെ വരണം. കൂടാതെ ഈ കോസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ ടേക്കിങ്സിന്റെ 20% നമുക്ക് എന്തും കൂടെ വരണം? നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് കൂടെ വരണം. സോ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ റെന്റ് കണ്ടുപിടിക്കാൻ. സോ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എളുപ്പമാണ്. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഫാക്ടർ വെച്ച് നമ്മൾ ഏതെങ്കിലും ഒരു യൂണീക്ക് ഫാക്ടറിലോട്ട് കൊണ്ടുവരാൻ പോവാം. മനസ്സിലായി? അങ്ങനെ ചെയ്യുന്നത് എന്തിനാ? നമുക്ക് ഈ 3 കാറ്റഗറിയിൽ ഓഫ് ഉള്ള റൂംസിന്റെ റെന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള റൂമിന്റെ റെന്റ് കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കി, ടോട്ടൽ ഇക്വാലന്റ് സിംഗിൾ റൂം സ്യൂട്ട്സ്. ആദ്യത്തെ സിംഗിൾ റൂം സ്യൂട്ട് എത്രയുണ്ട്? 100 റൂംസ് ഉണ്ട് അല്ലെ? ഒരു വർഷം 360 ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാ? 100% ഒക്യുപ്പൻസി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സോ എത്ര വരും? 36,000 വരും. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഡബിൾ റൂംസ് എങ്ങനെയാന്ന് വെച്ചാൽ 50 റൂംസ് ഉണ്ട്, 360 ദിവസം വെച്ച് 80% ഒക്യുപ്പൻസി വരുന്ന നേരത്ത് 14,400 റൂം ഡേയ്സ് വരും. നമ്മൾ അതിനെ സിംഗിൾ റൂമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് 2.5 ആണ് അല്ലെ?
അതായത് ഈ ഡബിൾ റൂമിനെ റെന്റിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഫാക്ടറിലോട്ട് തന്നെ കൊണ്ടുവരുന്നു? സിംഗിൾ റൂമിന്റെ ഫാക്ടറിലോട്ട് തന്നെ കൊണ്ടുവരുന്നു. ദാറ്റ് മീൻസ് എത്ര വരും? 14,400 ഇൻറ്റു 2.5 വരും. ആൻഡ് ദ ലാസ്റ്റ് വൺ 30 റൂമുണ്ട്, ട്രിപ്പിൾ റൂംസ് 30 റൂമുണ്ട്, 360 ദിവസം 60% വെച്ച് ഒക്യുപ്പൻസി 60% ഉള്ളൂ. എത്ര വരും? 6,480 വരും. ഇൻറ്റു 5 ചെയ്യുമ്പോൾ 32,400 വരും. മനസ്സിലായി? ഇവിടെ നോക്കിയേ, ഇവിടെ 1ഉം 2.5ഉം 5ഉം എടുത്തത് എന്തിനാ എല്ലാത്തിനെയും ഒരു കോമൺ ഫാക്ടറിലോട്ട് കൊണ്ടുവരാൻ. എന്നിട്ട് ആ കോമൺ ഫാക്ടറിന്റെ അല്ലെങ്കിൽ സിംഗിൾ റൂമിന്റെ റെന്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് ലാസ്റ്റ് അതിനെ 2.5ഉം 5ഉം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചെയ്ത് മനസ്സിലായി? സോ നോക്കിയേ, സിംഗിൾ റൂമിന്റെ ഫാക്ടറിലോട്ട് കൊണ്ടുവരുന്ന നേരത്ത് നമുക്ക് ടോട്ടൽ ഇക്വാലന്റ് റൂംസ് എന്ന് പറയുന്നത് എത്ര വരും? 1,04,400 വരും. ചെയ്താൽ മനസ്സിലായി? ആദ്യമേ അത് കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണേ. ഈ പറയുന്ന പോലെ ടോട്ടൽ റെന്റിന്റെ സിംഗിൾ റൂംസിന്റെ, ഡബിൾ റൂംസിന്റെ, ട്രിപ്പിൾ റൂംസിന്റെ വേറെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ ഒരു കോമൺ ഫാക്ടറിലോട്ട് കൊണ്ടുവരുന്നു. കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ എന്താ? സിംഗിൾ റൂംസ് ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ദേ മനസ്സിലായി? ഇവിടെ ഡബിൾ റൂം 14,400, അതിനെ 2.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ട്രിപ്പിൾ റൂംസ് 6,480 ആണ്, അതിനെ നമുക്ക് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ചെയ്ത കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കി, തന്നിരിക്കുന്ന കോസ്റ്റുകൾ എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പ്രോബ്ലത്തിനകത്ത് തന്നിരിക്കുന്ന എല്ലാ കോസ്റ്റുകളും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25,21,000 രൂപ വരും. സോ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 25,21,000 പ്ലസ് 1,20,000 പ്ലസ് 5% ഓഫ് റെന്റ് അല്ലെ? അതായത് ഈ കോസ്റ്റുകളുടെ കൂടെ ഏതും കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കുന്ന റെന്റ് കൂടെ ആഡ് ചെയ്യണം. ബിൽഡിങ്ങിന്റെ റെന്റ് നമ്മൾ എത്ര പറഞ്ഞേ? ഒരു മാസം 10,000 വെച്ച്, അങ്ങനെ 12 മാസം 1,20,000 രൂപ വരും. 1,20,000 മാത്രം കൊടുത്താൽ പോരാ, ടോട്ടൽ നമുക്ക് കിട്ടുന്ന റെസീപ്റ്റ് എത്രയാണോ, റെന്റ് എത്രയാണോ, അതിന്റെ 5% കൂടെ കൊടുക്കണം. സോ ചെയ്യുന്ന നേരത്ത് 25,21,000 പ്ലസ് 1,20,000 ചെയ്യുമ്പോൾ 26,41,000 പ്ലസ് 5% ഓഫ് ആർ, റെന്റിന്റെ 5%. ദാറ്റ് മീൻസ് 0.05 ആറ്. മനസ്സിലായി? അത് മനസ്സിലായില്ലെങ്കിൽ 5% എന്ന് തന്നെ നമുക്ക് എഴുതാം. നോ ഇഷ്യൂസ്. പ്ലസ് 5% ഓഫ് ആർ, റെന്റിന്റെ 5%. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കി, നമ്മുടെ ടോട്ടൽ ടേക്കിങ്സ് എത്ര വരണം? ടോട്ടൽ ടേക്കിങ്സ് എന്ന് പറയുന്നത് എത്ര വരണം? ഒരു കാര്യം കൂടെ നമ്മളോട് പറഞ്ഞായിരുന്നു, 20% എന്തും കൂടെ വേണം. റെന്റിന്റെ 20% നമുക്ക് ഏതും കൂടെ വേണം? പ്രോഫിറ്റും കൂടെ വേണം അല്ലെ? ടോട്ടൽ റെന്റ് ചാർജ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ? ടോട്ടൽ റെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഇത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് എത്ര വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 20% ഓഫ് റെന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് ടോട്ടൽ ചാർജ് ചെയ്യുന്ന റെന്റ് എന്ന് പറയുന്ന സാധനം അല്ലെ എത്ര വേണം? 26,41,000 പ്ലസ് 25% ഓഫ് റെന്റ്. 25% ഓഫ് റെന്റ് എങ്ങനെയാ? 5% നമ്മുടെ ഇതായിട്ട് കൊടുക്കണം, റെന്റ് ആയിട്ട് കൊടുക്കേണ്ടതാ. ഇവിടെ 20% എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. സോ ആ ഒരു വർഷം നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത് എത്ര എമൗണ്ടാ? 26,41,000 പ്ലസ് 25% ഓഫ് റെന്റ് അല്ലെ? ഈ ആർ എന്ന് പറയുന്നത് എത്ര റൂമിനാ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു? 1,04,400. ചെയ്ത മനസ്സിലായല്ലോ? അതായത് 6 ചാർജ് ചെയ്യേണ്ടത് എത്രയിനാ? 1,04,400. ഓക്കെ, സോ ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് നോക്കി, 1,04,400 റെന്റ് ഈക്വൽ ടു ഇതാണ് ടോട്ടൽ കോസ്റ്റ് പറഞ്ഞത് 26,41,000 പ്ലസ് 0.25 ഇൻറ്റു 1,04,400 റെന്റ് അല്ലെ? ഇത്രയും റൂമിന്റെ റെന്റ് അല്ലേ നമുക്ക് കിട്ടേണ്ടത്?
സോ ചെയ്യുമ്പോൾ 1,04,400 റെന്റ് ഈക്വൽ ടു 26,41,000 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം ചെയ്യുമ്പോൾ 26,100 റെന്റ് വരും. ഇത് ഇങ്ങോട്ട് വന്ന് മൈനസ് ആകുമ്പോൾ, അതായത് ഇവിടെ 1,04,400 റെന്റ് ഉണ്ട്, ഇവിടെ 26,106 ഉണ്ട് അല്ലേ. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. മൈനസ് വരുമ്പോൾ എത്ര വരും? 78,300 റെന്റ് വരും. 78,300 റെന്റ് ഈക്വൽ ടു എത്രയാ? 26,41,000. ദാറ്റ് മീൻസ് റെന്റ് എന്ന് പറയുന്നത് എത്ര വരും? 33.73 വരും. ഈ കണ്ടുപിടിച്ചിരിക്കുന്ന റെന്റ് ഏത് റൂമിന്റെ? സിംഗിളിന്റെ ആണോ, ഡബിളിന്റെ ആണോ, ട്രിപ്പിളിന്റെ ആണോ? സിംഗിളിന്റെ. കാരണം എന്താ? ഡബിളിനെയും ട്രിപ്പിളിനെയും എല്ലാം ഏത് ഫാക്ടറിലോട്ട് കൊണ്ടുവന്നു? സിംഗിൾ റൂമിന്റെ ഫാക്ടറിലോട്ട് കൊണ്ടുവന്നു. സോ സിംഗിൾ റൂമിന്റെ റെന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന 33.73. ഇത് ഡബിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും? 33.73 ഇൻറ്റു 2.5 ആവും അല്ലെ. ഇനി ട്രിപ്പിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും? 33.73 ഇൻറ്റു 5 ആവും. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? സോ നോക്കിയേ, ഈ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എല്ലാ റൂംസിനെയും ഏതിന്റെ ഫാക്ടറിലോട്ട് കൊണ്ടുവന്നത്? സിംഗിൾ റൂംസിന്റെ ഫാക്ടറിലോട്ട് കൊണ്ടുവന്നത്. സോ ചെയ്ത പ്രോസസ് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. ടോട്ടൽ റെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ആ ടോട്ടൽ കോസ്റ്റിനകത്ത് ഒരു പ്രശ്നം വന്നത് 1,20,000 കൂടെ 6 കൂടെ ആഡ് ചെയ്യണം. പ്ലസ് പ്രോഫിറ്റ് എത്ര ശതമാനമായിരുന്നു? 26 അല്ലെ. ഇനി റെന്റ് ചാർജ് ചെയ്യുന്നത് എത്ര റൂം ഡേയ്സിനാ? 1,04,400 റൂം ഡേയ്സിനാ. അതെങ്ങനെ വന്നേ? ആലോചിച്ച് നോക്കിയേ. അവിടെ സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ എന്ന് പറയുന്ന റൂംസിനെ ഒരു കോമൺ ഫാക്ടർ, ഒരു സിംഗിൾ ഫാക്ടറിലോട്ട് കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് സിംഗിൾ റൂംസ് 1 ആയിട്ട് എടുത്താൽ ഡബിൾ റൂംസ് 2.5 ആവും, ട്രിപ്പിൾ റൂംസ് 5 ആവും. എന്നിട്ട് ആ സിംഗിൾ റൂമിന്റെ ടോട്ടൽ റെന്റ് നമ്മൾ കണ്ടുപിടിച്ചു 33.73. ഇനി എന്ത് ചെയ്യാം? ആലോചിച്ച് നോക്കിയേ. ഡബിൾ റൂമിന്റെ ആകുമ്പോൾ അതേ ഇൻറ്റു 2.5 ചെയ്യാം. ട്രിപ്പിൾ റൂമിന്റെ ആകുമ്പോൾ അതേ ഇൻറ്റു 7 ചെയ്യാം. മനസ്സിലായി? 1-2 വട്ടം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കോൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ. ഓക്കെ. The next problem. Mannar Lodging Home is being run in a small hill station with 50 single rooms. The home offers the concession rate during 6 off-season months in a year. അതായത് നോക്കി, 50 റൂംസ് ഉണ്ട്. ഇവിടെ 6 മാസം സീസണും 6 മാസം ഓഫ് സീസണും ആണ്. മനസ്സിലായി? ഒരു വർഷത്തിലെ 6 മാസം സീസൺ ഡേയ്സ് ആണ്, 6 മാസം ഓഫ് സീസൺ ഡേയ്സ് ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഹാഫ് ഓഫ് ദ ഫുൾ റെന്റ് ഈസ് ചാർജ്ഡ്. അതായത് സീസണിന്റെ സമയത്ത് എത്രയാണോ അതിന്റെ ഹാഫ് മാത്രമേ എപ്പോൾ വാങ്ങിക്കുന്നുള്ളൂ? ഓഫ് സീസണിന്റെ ഡേയ്സിനകത്ത് വാങ്ങിക്കുന്നുള്ളൂ. ഇനി ദ മാനേജ്മെന്റ് പ്രോഫിറ്റ് മാർജിൻ ഈസ് ടു ബി ടാർഗറ്റഡ് അറ്റ് 20% ഓഫ് ദ റൂം റെന്റ്. സോ നേരത്തെ പറഞ്ഞതുപോലെ 20% റെന്റിന്റെ 20% നമുക്ക് എന്തായിട്ടും വേണം? പ്രോഫിറ്റ് ആയിട്ടും വേണം. The following are the cost estimates and other details for the year ending 31st March 2015. Assume a month is to be 30 days. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ 50 റൂം ഉണ്ട്, 6 മാസം സീസൺ ഡേയ്സ് ആണ്, 6 മാസം ഓഫ് സീസൺ ആണ്. സീസണിൽ നിങ്ങൾ എത്രയാണോ വാങ്ങിക്കുന്നത് അതിന്റെ പകുതി മാത്രമേ എപ്പോൾ വാങ്ങിക്കുന്നുള്ളൂ? ഓഫ് സീസണിൽ വാങ്ങിക്കുന്നുള്ളൂ. മനസ്സിലായോ? ഇനി നോക്കേ, ഒക്യുപ്പൻസി ഡ്യൂറിംഗ് ദ സീസൺ 80% ആൻഡ് ദ ഓഫ് സീസൺ 40%. 6 മാസം സീസൺ ഡേയ്സ് ആണെന്ന് പറഞ്ഞു. ആ സീസൺ ഡേയ്സിൽ 50 റൂമിന്റെ 80% ഫിൽ ആയിരിക്കും, ഒക്യുപ്പൻസി ഉണ്ടാവും. 6 മാസം ഓഫ് സീസൺ ആണ്. ആ ഓഫ് സീസണിൽ എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ? 40% വരെ മാത്രമേ ഉണ്ടാവൂ. ചെയ്ത് മനസ്സിലായോ? ഇനി ദ സ്റ്റാഫ് സാലറി എക്സ്ക്ലൂഡിംഗ് റൂം അറ്റൻഡൻസ് 2,75,000, repairs to building 1,30,500, laundry and linen 40,000, interior 87,500 and sundry 95,400. So total cost ന്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. കൂടാതെ ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ബിൽഡിംഗ് 5% ആൻഡ് ഫർണിച്ചർ അറ്റ് ദ റേറ്റ് ഓഫ് 15% ഓൺ സ്ട്രൈറ്റ് ലൈൻ ബേസിസ്. സോ അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി താഴെ അതിന്റെ കോസ്റ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. വേറെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാന്ന് നോക്കി. റൂം അറ്റൻഡൻസ് ആർ പെയ്ഡ് ₹5 പെർ റൂം ഡേ ഓൺ ദ ബേസിസ് ഓഫ് ഒക്യുപ്പൻസി. അതായത് എത്രയാണോ റൂം ഡേയ്സ്, ആ റൂം ഡേയ്സിൽ ഒരു റൂമിന് 5 രൂപ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂം അറ്റൻഡൻസിന് ചാർജ് കൊടുക്കണം. മനസ്സിലായോ? സോ നമ്പർ ഓഫ് റൂം ഡേയ്സ് എത്രയാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കണം എന്നർത്ഥം. മനസ്സിലായല്ലോ? ഒരിക്കൽ കൂടെ, സീസൺ 6 മാസമാണ്, ഓഫ് സീസൺ 6 മാസമാണ്. ആ 6 മാസം സീസണിൽ 80% ഫില്ലാവും, ഓഫ് സീസണിൽ 40% മാത്രമേ ഫില്ലാവുള്ളൂ. ഇവിടെ
കുറെ കോസ്റ്റ് തന്നിട്ടുണ്ട്, ആ കോസ്റ്റിന്റെ താഴെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. കൂടാതെ പറഞ്ഞിരിക്കുന്നത് റൂം അറ്റൻഡൻസിന് ഒരു റൂമിന് 5 രൂപ വെച്ച് നമ്മൾ ചാർജ് കൊടുക്കണം അല്ലേ, പെർ റൂം ഡേ. ഒരു റൂമിനല്ല, ഒരു റൂം ഡേക്ക് 5 രൂപ വെച്ച് ചാർജ് കൊടുക്കണം. ഇനി എന്താ പറഞ്ഞിരിക്കണേ, മന്ത്ലി ലൈറ്റിംഗ് ചാർജസ് ആർ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. മന്ത്ലി ലൈറ്റിംഗ് ചാർജസ് ആർ 120 പെർ റൂം. ഓക്കെ, ലൈറ്റിംഗ് ചാർജ് എന്ന് പറയുന്നത് ഒരു മാസം 120 രൂപയാണ്. എക്സെപ്റ്റ് ഇൻ 4 months in winter when it is 30 per room and this cost on the basis of full occupancy of the room. മനസ്സിലായി? അതായത് 120 രൂപയാണ് ലൈറ്റിംഗ് ചാർജസ് ആയിട്ട് പറഞ്ഞത്. പക്ഷെ 4 മാസം എത്ര മാത്രമേ ഉള്ളൂ? 4 months അത് 30 രൂപയേ ഉള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇവിടെ കയറി വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് അറിയാവോ? നോക്കേ, സീസൺ 6 months ഓഫ് സീസൺ 6 months അല്ലെ? അതായത് ഈ സീസണിലെ 6 months 120 രൂപ തന്നെ ഉണ്ടാവും. ഓഫ് സീസണിലെ 6 months ഓഫ് സീസണിലെ 6 months ആ 4 months 30 ഉണ്ടാവും. ബാക്കിയുള്ള 2 months എത്ര വരും? 120 വരും. പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ അത് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായോ? 6 മാസം സീസണിൽ 120 രൂപ തന്നെ വരും. 6 മാസം ഓഫ് സീസണാണ്. ആ 6 മാസം ഓഫ് സീസണിൽ 4 മാസം വിന്ററാണ്. സോ ആ 4 മാസം 30 രൂപയെ വരുള്ളൂ. മനസ്സിലായോ? ബാക്കിയുള്ള 2 മാസമോ ഓഫ് സീസണിലെ ബാക്കിയുള്ള 2 മാസമോ എത്ര രൂപ വരും? 120 രൂപയും വരും. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ റൂം 100 lakhs, in the home 100 lakhs, 80 lakhs related to building and the balance for furniture. സോ നോക്കി, നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. മൊത്തം 1 കോടി രൂപയാണ്. അതിനകത്ത് 80 ലക്ഷം രൂപ ബിൽഡിങ്ങിനാണ്. ബിൽഡിങ്ങിന് 5% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ബാക്കി 20 ലക്ഷം രൂപ ഫർണിച്ചറിന് എത്ര ശതമാനം? 15% ചാർജ് ചെയ്യണം, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. You are required to work out the room rent chargeable per day both during the season and the off-season months on the basis of foregoing information. സോ തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റൂമിന്റെ റെന്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സാലറി 2,75,000, റിപ്പയേഴ്സ് 1,30,500, ലോണ്ടറി 40,000, ഇന്റീരിയർ ഡെക്കറേഷൻ 87,500. ഈ പറയുന്ന 2 ഡിപ്രീസിയേഷൻ 7 lakhs വരും. ആൻഡ് സൺട്രി എക്സ്പെൻസസ് 95,400 വരും. അതായത് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് 13,28,400 പറയുന്ന എമൗണ്ട്. 2 ചാർജസും കൂടെ നമുക്ക് കാണാം. ഏതൊക്കെയാ? ഒന്ന്, റൂം അറ്റൻഡൻസിന് കൊടുക്കുന്ന അല്ലെ, ഒരു 5 ദിവസം പെർ റൂം ഡേ 5 രൂപ വെച്ച് റൂം ഡേ പറഞ്ഞായിരുന്നു. കൂടാതെ ലൈറ്റിംഗ് ചാർജസ് 120, 30, ഇത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യും. അതിന്റെ ട്രീറ്റ്മെന്റ് നോക്കിക്കോ. സോ നോക്കി, ആദ്യം നമ്പർ ഓഫ് റൂം ഡേയ്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാ? 6 മാസം എത്ര വരും? 50 റൂമാ. ഓക്കെ, സീസൺ ആണ് 50 റൂമ. ഇതിന്റെ 80% ഒക്യുപ്പൻസി വരും. ആണോ? അങ്ങനെ 30 ദിവസം വെച്ച് 6 മാസം 7,200 റൂം ഡേയ്സ് വരും. 7,200 റൂം ഡേയ്സ് വരും. ഒരിക്കൽ കൂടെ 50 റൂമ, സീസണിൽ 80% ഒക്യുപ്പൻസി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ 50 × 80% ഇൻറ്റു ഒരു മാസം 6 മാസമാണ്. ഒരു മാസം 30 ദിവസം. സോ 30 × 6 7,200 വരും. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഓഫ് സീസണിന്റെ സമയത്തോ 50 റൂമ, 40% ആണ് ഒക്യുപ്പൻസി പറയണേ, ഇൻറ്റു 30 × 6 3,600 റൂം ഡേയ്സ് വരും. 3,600 റൂം ഡേയ്സ് വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന നേരത്ത് ടോട്ടൽ 10,800 റൂം ഡേയ്സ് നമുക്ക് വരും. റൂം ഡേയ്സ് ചെയ്ത മനസ്സിലായല്ലോ. ഇനി ഒരു റൂം ഡേയ്സിന് അറ്റൻഡൻസിന് എത്ര രൂപ സാലറി കൊടുക്കണം? 5 രൂപ വെച്ച് സാലറി കൊടുക്കണം. സോ അങ്ങേരുടെ സാലറി 10,800 ഇൻറ്റു 5 54,000 റുപ്പീസ് വരും. ചെയ്തത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി? ഇനി ലൈറ്റിംഗ് ചാർജസ് നമ്മളോട് എന്താ പറഞ്ഞേ? 120 രൂപ വെച്ച് വരും അല്ലെ. ഡിവൈഡ് ബൈ 30 ചെയ്യുമ്പോൾ ഒരു ദിവസം 4 രൂപ വെച്ച് വരും. ഇനി ആ 4 മാസം 30 രൂപയാ പറഞ്ഞേ. 30 ഡിവൈഡ് ബൈ 30 ഒരു ദിവസം 1 രൂപ വെച്ച് വരും. സിറ്റുവേഷൻ മനസ്സിലായോ? ഒരു ദിവസം 1 രൂപ വെച്ച് വരും. പറയുന്ന കാര്യം മനസ്സിലാവണ്ടല്ലോ. അതായത് നോർമൽ കേസിനകത്ത് 120 രൂപയാണ് ലൈറ്റിംഗ് ചാർജസ് പറഞ്ഞത്. പക്ഷേ അതെങ്ങനെ വരും? 8 മാസം വരും.
മനസ്സിലായോ? 8 മാസം എന്ന് വെച്ചാൽ സീസണിലെ 6 മാസവും വരും. സീസണിലെ 6 മാസം എത്ര ദിവസം? സീസണിലെ 6 മാസം എത്ര ദിവസം? 7200 ദിവസം അല്ലെ? സോ 7200 ദിവസം 7200 ദിവസം 4 രൂപ വെച്ച് വരും. മനസ്സിലായോ? ഇനി ഓഫ് സീസണിൽ എത്ര ദിവസം? 3600 ദിവസം. ആ 3600 ദിവസത്തില് 4 മാസവും 2 മാസമായിട്ട് കണക്കാക്കാം. 4 മാസം 1 രൂപ വെച്ചേ വരുള്ളൂ ആണല്ലോ. 4 മാസം 1 രൂപ വെച്ചേ വരുള്ളൂ. ബാക്കിയുള്ള 2 മാസം എത്ര രൂപ വെച്ച് വരും? 4 രൂപ വെച്ച് വരും. അങ്ങനെയല്ലേ പറഞ്ഞേ? സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കിയേ, 3600 ആണ് ടോട്ടൽ, ഡിവൈഡ് ബൈ 6 into 4. മനസ്സിലായോ? അടുത്തത് 3600 ഡിവൈഡ് ബൈ 6 into 2. ഓക്കെ, ഇവിടെ എത്ര വരും? ഇവിടെ 4 രൂപ വെച്ച് വരും, ഇവിടെ 1 രൂപ വെച്ച് വരും. അതായത് 2400 ദിവസം 1 രൂപ വെച്ചും ബാക്കി 1200 ദിവസം 4 രൂപ വെച്ചും വരും. ആ പാർട്ട് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടേ മനസ്സിലാവുള്ളൂ. 6 മാസം 6 മാസമായിട്ട് തരംതിരിച്ചു. 6 മാസത്തിനെ സീസൺ ആയിട്ടും 6 മാസത്തിനെ ഓഫ് സീസണായിട്ടും നോക്കി. ലൈറ്റിംഗ് ചാർജസ് പറയുന്നത് 6ഉം 6ഉം എന്നുള്ള രീതിയിലല്ല, 8ഉം 4ഉം എന്ന് പറയുന്ന രീതിയിലാണ്. സോ സീസണിലെ 6 മാസം ഫുള്ളായിട്ടും വരും. ഓഫ് സീസണിലെ 2 മാസവും ലൈറ്റിംഗ് ചാർജ് എത്രയായിട്ട് വരും? 4 രൂപയായിട്ട് വരും. മനസ്സിലായോ? പിന്നെ പറയുന്ന 4 മാസം അത് ഓഫ് സീസണാണ്. ആ ഓഫ് സീസണിലെ 4 മാസത്തിന് എത്ര രൂപയും വരും? 1 രൂപയും വരും. അതാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഡ്യൂറിംഗ് സീസൺ 7200 into 4. ഡ്യൂറിംഗ് ഓഫ് സീസൺ 2 മാസം 4 രൂപ വെച്ച് വരും. ദാറ്റ് മീൻസ് 3600 ഡിവൈഡ് ബൈ 6 into 2, 1200 ഡേയ്സ് വരും. അവിടെ 4 രൂപ വരും, 4800. ബാക്കിയുള്ള 4 മാസം 3600 ഡിവൈഡ് ബൈ 6 into 2, 2400 വരും. അത് വിന്റർ ആണ്, 1 രൂപയെ വരുള്ളൂ. സോ ടോട്ടൽ ലൈറ്റിംഗ് ചാർജസ് നമുക്ക് വരും. ചെയ്ത് മനസ്സിലായെങ്കിൽ നോക്കി, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടോട്ടൽ എക്സ്പെൻസ് 13,28,000. അതിന്റെ കൂടെ അറ്റൻഡൻസിന്റെ സാലറി 54,000. പിന്നെ ഇപ്പൊ ചെയ്ത ലൈറ്റിംഗ് ചാർജസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 36,000 വരും. അങ്ങനെ ടോട്ടൽ നമ്മുടെ കോസ്റ്റ് എത്ര വരും? 14,18,400 രൂപ വരും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, ഈ ഇത്രയും രൂപയെ നമ്മൾ ഏതിലോട്ട് ചാർജ് ചെയ്യണം? നമ്മുടെ റൂം ഡേയ്സിലോട്ട് ചാർജ് ചെയ്യണം. റൂം ഡേയ്സിലോട്ട് ചാർജ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ? നമ്മളോട് ആദ്യമേ പറഞ്ഞായിരുന്നു, ദാറ്റ് മീൻസ് സീസണിൽ വാങ്ങിക്കുന്നതിന്റെ പകുതി മാത്രമേ എപ്പോൾ വാങ്ങിക്കുന്നുള്ളൂ? ഓഫ് സീസണിൽ വാങ്ങിക്കുന്നുള്ളൂ. അങ്ങനെയല്ലേ പറഞ്ഞേ? സീസണിൽ വാങ്ങിക്കുന്നതിന്റെ പകുതി മാത്രമേ ഓഫ് സീസണിൽ വാങ്ങിക്കുന്നുള്ളൂ. സീസണിൽ എത്ര ഡേയ്സാ? 7200 ഡേയ്സ് ആണ് സീസൺ, ആണോ? ഓഫ് സീസണിൽ എത്ര ഡേയ്സാ? 3600 ആണ് ഓഫ് സീസൺ ഡേയ്സ്. റെന്റിന് ഇക്വലന്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ 100 രൂപയാണെങ്കിൽ ഇവിടെ 50 രൂപയായിരിക്കും റെന്റ്. സോ ആ റെന്റിനെ ഇക്വലന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3600 ഡിവൈഡ് ബൈ 2 ചെയ്യാം. എത്ര വരും? 1800 വരും അല്ലെ? അങ്ങനെയല്ലേ? ഇവിടെ 100 രൂപ ആണെങ്കിൽ ഇവിടെ 50 രൂപയാണ്. ദാറ്റ് മീൻസ് ഇവിടെ 3600 ഡേയ്സ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് 2 ദിവസം നിന്നാലേ 1 ദിവസം റെന്റ് കിട്ടുള്ളൂ. നമുക്കൊരു യുണീക് ഫാക്ടറിലോട്ട് കൊണ്ടുവരാതെ നമുക്ക് ഒരിക്കലും റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. 7200 ദിവസം ഫുള്ളായിട്ട് എടുത്തു. 3600 ദിവസം എന്നല്ല നമ്മൾ എടുക്കണേ, 3600ന്റെ പകുതി 1800 ഡേയ്സ് ആണ് എടുക്കണേ. ഇപ്പൊ എന്താന്ന് നോക്കി, രണ്ടും ഒരു കോമൺ ഫാക്ടറിലോട്ട് വന്നു അല്ലെ? ഇവിടെ 2 ദിവസം നിന്നാലേ ഇവിടുത്തെ 1 ദിവസം റെന്റ് കിട്ടുള്ളൂ. അങ്ങനെയല്ലേ? ഓഫ് സീസണിൽ 2 ദിവസം നിന്നാലേ സീസണിലെ ഒരു ദിവസം റെന്റ് കിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് വരും? ടോട്ടൽ 7,200 പ്ലസ് 1,800 9,000 വരും. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാ? 14,18,400 ഡിവൈഡ് ബൈ 9,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 157.60 വരും അല്ലെ? ഒരു റൂം ഡേക്കുള്ള കോസ്റ്റ് ആണ് 157.60. ഇവിടെ നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റിന്റെ അല്ലെങ്കിൽ പ്രോഫിറ്റും കൂടെ എടുക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ടേക്കിങ്സിന്റെ 20% പ്രോഫിറ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞേ? ടോട്ടൽ എത്രയാണോ നമുക്ക് കിട്ടുന്ന റെസീപ്റ്റ് അതിന്റെ 20% പ്രോഫിറ്റ് ആവണം എന്നാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 80% ആയിരിക്കും കോസ്റ്റ് അല്ലെ? 20% പ്രോഫിറ്റ് വേണമെങ്കിൽ 80% ആയിരിക്കും കോസ്റ്റ്. സോ ഇതിനെ 157.60 ഡിവൈഡ് ബൈ 80 into 100 ചെയ്യാം.
നമുക്ക് ടോട്ടൽ ടേക്കിങ്സ് കിട്ടാൻ വേണ്ടി 157.60 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 197 വരും. 197 ചെയ്ത കാര്യം മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, ഒരു ദിവസത്തെ റൂം റെന്റ് എന്ന് പറയുന്നത് 197 ആണ്. ഇത് ഏത് ഡേയ്സിലോട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്? സീസൺ ഡേയ്സിലാണ് ചെയ്തിരിക്കുന്നത്. സോ സീസണിൽ 197 വരും, ഓഫ് സീസണിൽ അതിന്റെ പകുതി 98.50 വരും. കാരണം എന്താ, ഇവിടെ 3600 അല്ല എടുത്തേ, 1800 എടുത്തേ അല്ലെ, സീസണിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തേ. സോ എന്നിട്ടാണ് നമ്മൾ റെന്റ് കണ്ടുപിടിച്ചത്. സോ സീസണിൽ 197 രൂപയും ഓഫ് സീസൺ ആകുമ്പോൾ 98.5 രൂപയും വരും. ചെയ്ത കാര്യം മനസ്സിലായല്ലോ. ഈ മോഡൽ പ്രോബ്ലംസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ബൈ.